ടീച്ചറെ, ഇന്നെന്താ വിഷയം? ഇന്ന് ഞാൻ നമ്മുടെ പിള്ളേരുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാലോന്ന് വിചാരിക്കുക. കാര്യം ഒരുപാട് പാരൻസ് പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവാണെന്നൊക്കെ പറയുമ്പോൾ പാരൻസിനോട് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് വീട്ടിൽ മൊബൈൽ അവർ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. മൊബൈൽ കൊടുക്കാറുണ്ട്, വേറെ എന്ത് ചെയ്യാൻ, അവർക്ക് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഇവർ ഫോൺ കൊടുക്കും. കുറച്ച് നേരത്തേക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാമാക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതും അവരുടെ ഒരു ഇൻ്റലക്ച്വൽ സ്കില്ലിനെ അത് എത്രത്തോളം സപ്രസ് ചെയ്യുമെന്നുള്ളത് നമ്മുടെ പാരൻസ് ചിന്തിക്കുന്നില്ല. ഒരിക്കലും ഒരു പാരൻറ്റും അറിഞ്ഞുകൊണ്ട് അവരുടെ മക്കൾക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്ന് കരുതി ഒന്നും ചെയ്യില്ല. പക്ഷെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് മൊബൈൽ നമുക്ക് എന്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, എന്ത് കൊടുത്ത് അവരുടെ എൻഗേജ് ആക്കി ഇരുത്താമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 to 6 years എന്നൊക്കെ പറയുന്ന ഒരു കിൻഡർ ഗാർഡൻ സ്റ്റേജ് ശരിക്കും കുഞ്ഞുങ്ങളുടെ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജാണ്. ആ പ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും പിൽക്കാലത്ത് കുഞ്ഞുങ്ങൾ പഠിച്ചു കയറി പോകുന്നതും അവരുടെ ഓരോരോ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഫോൺ കൊടുക്കാതെയും നമ്മുടെ കുഞ്ഞുങ്ങളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റും. നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. നമ്മൾ കൊടുക്കാതിരുന്നാലോ ഒരിക്കലും നമ്മുടെ കുട്ടികൾ വീണ്ടും വീണ്ടും അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. ഒരു തവണ നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് മൊബൈൽ ഫോൺ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വേണം നമ്മൾ ആദ്യം ചിന്തിക്കാൻ. മൊബൈൽ ഫോണിന് പകരം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള പിക്ചേഴ്സുകൾ അടങ്ങിയ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ, സ്റ്റോറി ബുക്കുകളും അല്ലെങ്കിൽ പോംസ് ബുക്കുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് തുടക്കം മുതലേ തന്നെ പരിചയപ്പെടുത്തുക. ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയില്ല, റീഡ് ചെയ്യാൻ അറിയില്ല. അത് ശരിക്കും ഒരു വലിയ വിഷയമേ അല്ല. ഇങ്ങനെയുള്ള വിഷ്വലുകളെല്ലാം കണ്ട്, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ട് ഒരു വിഷ്വൽ സെൻസേഷൻ അവിടെ ഫോർമേഷൻ ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ തുടക്കം മുതലേ പരിചയപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇൻവോൾവ് ആകുകയാണ്. പുസ്തകങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ പ്രിലിമിനറി ആക്ടിവിറ്റീസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ പ്രിലിമിനറി ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ അത്രയും തലപുകുഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സസൈസ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ സിംപ്ലി പറയാൻ പറ്റും. നമ്മുടെ വീടുകളിൽ അമ്മമാർ ചെയ്യുന്ന അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളിലൊക്കെ നമ്മുടെ കുട്ടിയെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ഫോർ എക്സാമ്പിൾ, അവരുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ വാഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ഫോൾഡ് ചെയ്യാനൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ശരിക്കും പരിശീലിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ കുട്ടികളെ എന്ത് ഇരുത്തുകയാണ്, നമ്മുടെ കൂടെ ഇരുത്തി നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർ പഠിക്കുകയാണ്. അതുപോലെ കിച്ചണിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അപകടകരമല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരെ കൊണ്ടുകൂടി ചെയ്യിക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ മുറ്റത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലെല്ലാം കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കണ്ടെത്താതെ വരുമ്പോഴാണ് നമ്മളെല്ലാത്തിനും മൊബൈലിനെ ആശ്രയിക്കുന്നത്. മൊബൈൽ നമ്മൾ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞൊരു സ്ഥലത്തേക്ക് തന്നെ ഇരുത്തും, നമുക്കും വലിയ ജോലിയൊന്നുമില്ല. എന്നാൽ ശരിക്കും അതിന് പുറകിലുള്ള അപകടം നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസുകളും അല്ലെങ്കിൽ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുക. കളറിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾക്ക് ഈ മൊബൈലിനോടുള്ളൊരു താല്പര്യം തീരെ കുറഞ്ഞു തന്നെ വരും. സ്ക്രീൻ ടൈം തീരെ അവരുടെ ലൈഫിൽ നിന്ന് ഇല്ലാതെയാകും. മറ്റ് പല സോഫ്റ്റ് സ്കിൽസുകളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.